പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ മാതൃകാ ചോദ്യപേപ്പറിൻ്റെ 2ാം ഭാഗമാണ് ചെയ്യുന്നത്. ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നോളെ. കൽബിലെ നിലാവ്. വരികൾ വിശകലനം ചെയ്ത് അർത്ഥസൂചനകൾ കണ്ടെത്തുക. മനോഹരമായ പൂനിലാവ് എല്ലായിടത്തും പരക്കുമ്പോൾ നായിക പൂക്കളുടെ റാണിയായി പൂത്തുലസിക്കുകയാണ്. താമരപ്പൂങ്കാവനത്തിൽ നിൽക്കുന്ന നായികയുടെ സൗന്ദര്യം നായകൻ വർണ്ണിക്കുകയാണിവിടെ. അവളുടെ സൗന്ദര്യത്തെയും ശോഭയെയും പൂക്കളോടും പൂനിലാവിനോടുമാണ് കവി ഉപമിച്ചിരിക്കുന്നത്. മറ്റു പൂക്കൾക്കിടയിൽ അവൾ വേറിട്ട് നിൽക്കുകയും ശോഭിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അവളെ റാണി എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. ഈ വരികളിലെ ആദ്യത്തെ അക്ഷരം ആവർത്തിക്കുന്നതായി കാണാം. പൂനിലാവ്, പൂവിതറുക, പൂക്കൾ, പൂറാണി, പൂത്തുനിൽക്കുക എന്നീ വാക്കുകളുടെ അക്ഷരങ്ങളുടെ ആവർത്തനം വരികൾക്ക് താളഭംഗി നൽകുന്നു. പൂക്കളുടെ റാണി എന്ന അർത്ഥത്തിൽ പൂറാണി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉചിതമായിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞ പച്ചച്ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. കഥകൾ ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചകളാണ്. സന്ദർഭം വിശകലനം ചെയ്ത് ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക. ചിത്രകാരി എന്ന കഥയിലെ ഒടുവിലുള്ള വാക്യങ്ങളാണിവ. പരമ്പരാഗതമായ സ്വഭാവ സവിശേഷത്തോടു കൂടിയ വീട്ടമ്മയായ ഭാര്യയും സർഗാത്മക ശേഷിയുള്ള സ്വാതന്ത്ര്യബോധമുള്ള ആധുനിക ഭാര്യയും തമ്മിലുള്ള സംഘർഷമാണ് ചിത്രകാരി എന്ന കഥയിൽ ഷാഹിന EK അവതരിപ്പിക്കുന്നത്. കഥയുടെ ഒടുവിൽ പരമ്പരാഗതമായ ഭാര്യാസങ്കല്പങ്ങൾക്ക് കീഴടങ്ങേണ്ടി വരുന്ന നായികയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വരച്ച് പൂർത്തിയാക്കാൻ കഴിയാത്ത ചിത്രം അലങ്കോലപ്പെടുത്തിക്കൊണ്ട് ബ്രഷ് തട്ടിയെറിയുന്ന ഭർത്താവിൻ്റെ പ്രവൃത്തി അംഗീകരിക്കാനാവാത്തതും പ്രതിഷേധാർഹവുമാണെന്ന് അവൾ കരുതുന്നു. പക്ഷേ താൻ അകപ്പെട്ടു പോയിരിക്കുന്ന കുടുംബാന്തരീക്ഷത്തിൻ്റെ സങ്കീർണതയിൽ കുരുങ്ങിക്കിടക്കാൻ മാത്രമേ അവൾക്കാവുന്നുള്ളൂ. സ്ത്രീയെക്കുറിച്ചുള്ള കാലഹരണപ്പെട്ട സങ്കല്പങ്ങൾക്ക് ആധുനിക കാലഘട്ടത്തിലും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ചിത്രകലയെ ജീവന തുല്യം സ്നേഹിക്കുകയും എന്നാൽ പുരുഷാധിപത്യ സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും എതിർപ്പുകൾക്കിടയിൽ സ്വയം പ്രകാശിപ്പിക്കാനാവാതെ നിശബ്ദയാവപ്പെടുകയും ചെയ്യുന്ന സ്ത്രീയുടെ പ്രതീകമാണ് ഈ കഥയിലെ ഫിസ. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഫിസ. ഷാഹിന EKയുടെ ചിത്രകാരി എന്ന കഥയിലെ മുഖ്യ കഥാപാത്രമാണ് ഫിസ. കുട്ടിക്കാലത്ത് തന്നെ ചിത്രകലയോട് ഏറെ കമ്പമുണ്ടായിരുന്നു. വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് ഒതുങ്ങിക്കൊടുവാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. വിവാഹാലോചനകൾ നടക്കുമ്പോഴും തൻ്റെ ചിത്രകലയെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ജീവിതം അവൾക്ക് സാധ്യമായിരുന്നില്ല. ഇക്കാര്യം വരൻ്റെ ബന്ധുക്കളോട് അവളുടെ വീട്ടുകാർ പറയുന്നുണ്ട്. വിവാഹിതയായി വരൻ്റെ വീട്ടിലെത്തിയപ്പോൾ സാധാരണ പെൺകുട്ടികളെപ്പോലെ മറ്റുള്ളവരോട് ചങ്ങാത്തം കൂടാനോ സംസാരിക്കാനോ അവൾക്ക് സമയം കിട്ടുന്നില്ല. ചിത്രകലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം അവളെ മൗനിയാക്കി. കൂട്ടത്തിൽ കൂടാതെ കുടുംബ ചർച്ചകളിൽ പങ്കെടുക്കാതെ അവൾ ബ്രഷും ചായവുമായി മുറിയിലിരിക്കുന്നു. ഭർത്താവിനും ബന്ധുക്കൾക്കും അവളുടെ ഈ പ്രത്യേക സ്വഭാവം ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. മരുമകൾക്കുണ്ടായിരിക്കേണ്ട കർത്തവ്യബോധത്തെക്കുറിച്ച് അമ്മായിയമ്മക്ക് തന്നെ പലപ്പോഴും അവളെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നു. ഇത്തരത്തിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ വീട്ടിൽ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഒരിക്കൽ ഹാഫിസിന് നിയന്ത്രണം വിട്ട് പെരുമാറേണ്ടി വരുന്നു. അവളുടെ ചായവും ബ്രഷും തട്ടിത്തെറിപ്പിക്കുന്നിടത്തോളം കാര്യങ്ങളെത്തുന്നു. തൻ്റെ ചിന്താഗതികളും അഭിരുചികളും മനസ്സിലാക്കാൻ ഹാഫിസ് ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. അതിൽ അവൾക്ക് അതീവ ദുഃഖമുണ്ടായിരുന്നു. തൻ്റെ കലാപ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റിയ അന്തരീക്ഷമായിരുന്നില്ല ആ കുടുംബത്തിലുണ്ടായിരുന്നത്. സാഹിത്യം, രാഷ്ട്രീയം, കല തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തരാകാൻ സാധ്യതയുള്ള സ്ത്രീകൾ നൂറ്റാണ്ടുകളായി നേരിടുന്ന വെല്ലുവിളികളിൽ പുതിയ കാലം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന ബോധ്യമാണ് ഫിസ എന്ന കഥാപാത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപാരമായ കഴിവുകൾ ഉണ്ടായിട്ടും സാമൂഹികവും കുടുംബപരവുമായ സമ്മർദ്ദങ്ങളാൽ
സ്വയം പ്രകാശിപ്പിക്കാൻ കഴിയാതെ പോകുന്ന, എന്നാൽ തൻ്റേതായ രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ശക്തയായ ഒരു സ്ത്രീ കഥാപാത്രമാണ് ഈ കഥയിലെ ഫിസ. അടുത്ത ചോദ്യം, പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ഒന്നിച്ചൊന്നായി മുന്നേറണം എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കുക. പ്രകൃതിയുടെ കുളിരിടങ്ങളായ മരങ്ങളിലും മരത്തണലുകളിലും ജീവിതം നയിച്ചിരുന്ന പക്ഷികൾക്ക് ഇന്ന് അവളുടെ കൂടുകൾ അന്യമായിക്കൊണ്ടിരിക്കുന്നു. മരങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടു. പക്ഷികൾക്ക് അവകാശപ്പെട്ട ഭക്ഷണവും വെള്ളവും ഇന്ന് ലഭിക്കുന്നില്ല. ഇനി എവിടെ അവർ ചേക്കേറും, എന്ത് ഭക്ഷിക്കും എന്ന അങ്കലാപ്പ് മാത്രമാണ് പക്ഷികൾക്കുള്ളത്. ദൂരെ വിളഞ്ഞുകിടക്കുന്ന നെൽപ്പാടങ്ങളുണ്ട്. കനത്ത കാവലിൽ സമ്പന്നവർഗം അവിടെ ആളെ നിർത്തിയിട്ടുണ്ട്. ഒരിക്കലും ആ വിളഞ്ഞുകിടക്കുന്ന കനികൾ അവർക്ക് ലഭിക്കുകയില്ല. ഐശ്വര്യത്തിലും സമ്പത്തിലും ജന്മിയെ എത്തിച്ചവർ പട്ടിണി കിടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥയാണെന്നുള്ളത്. വിത്ത് വിതച്ചവനാണ് നെല്ല് കൊയ്യാൻ അവകാശമുള്ളൂ എന്ന തത്വശാസ്ത്രമാണ് പക്ഷിശാസ്ത്രകാരൻ കിളികളോട് പറയുന്നത്. ആ അവകാശം നേടിയെടുക്കാൻ നാം ഭിന്നിച്ചു നിന്നാൽ ശരിയാവുകയില്ല. ഒരുമിക്കണം. ഒരുമിച്ച് പറന്നാൽ നമുക്ക് കീഴടക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ആകാശവുമില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് ഈ നാടകത്തിൽ കാണാൻ സാധിക്കും. അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും അവകാശങ്ങൾ നേടിയെടുക്കാൻ ഐക്യനിര പടുത്തുയർത്തുകയും ചെയ്യേണ്ട ആവശ്യമാണ് വയലാ വാസുദേവപിള്ള ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകത്തിൽ അവതരിപ്പിക്കുന്നത്. ഒന്നിലേറെ സാമൂഹിക പ്രശ്നങ്ങളും ഈ നാടകം ചർച്ച ചെയ്യുന്നുണ്ട്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയും ചൂഷണത്തെയും പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു നാടകമാണിത്. പ്രകൃതി ചൂഷണത്തിനെതിരെയും അക്രമത്തിനെതിരെയും സ്നേഹത്തിൻ്റെയും അഹിംസയുടെയും സന്ദേശം നൽകുന്നു ഈ നാടകം. വികസനത്തിൻ്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെയും നഷ്ടപ്പെടുന്ന മാനുഷിക മൂല്യങ്ങൾക്കെതിരെയും നാടകം വിരൽ ചൂണ്ടുന്നുണ്ട്. പ്രകൃതിയിലേക്കും സഹാനുഭൂതിയിലേക്കും മടങ്ങേണ്ടതിൻ്റെ ആവശ്യകത ഈ നാടകം ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.